അധ്യാപകൻ്റെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുത്തനെ തോപ്പിക്കാൻ എളുപ്പമാ, അടിച്ചു തോപ്പിക്കാൻ എളുപ്പമാ. എങ്ങനെയും തോപ്പിക്കാൻ പറ്റും ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ. ഇനി 2 പേരാണല്ലോ, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. 2 പേരാണെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് പ്രതികരിക്കും. 2 പേരൊരു ബലമാണ്. എന്നാൽ അടുത്ത വാക്ക് ഇങ്ങനെയാണ്, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. മുപ്പിരിച്ചരട്, മനസ്സിലായില്ല? മുപ്പിരിച്ചരട്, 3 ചരട്, അതിൻ്റെ പേരാണ് മുപ്പിരിച്ചരട്. അതിനെ വേഗം വലിച്ചു പൊട്ടിക്കാൻ പറ്റില്ല. മുപ്പിരിച്ചരടിന് 3 ഇഴകൾ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു കയറ് മേടിച്ചാൽ ആ കയറിനെ ഒന്ന് പിരിച്ചു നോക്കിക്കേ. അതിനകത്ത് 3 ഇഴകൾ ഉണ്ട്. അതൊരു ലോക്കാണ്. ആ 3 ഇഴകൾ ചേർത്ത് പിന്നിയെടുക്കുന്നതാ ഉറപ്പുള്ള ഒരു കയർ. അതഴിഞ്ഞു പോകത്തില്ല. അതിന് 3 ഇഴകളുണ്ട്. അത് ചിലപ്പോൾ മെഷീനായിരിക്കും നെയ്തെടുത്തത്, ചിലപ്പോൾ മനുഷ്യകരങ്ങളായിരിക്കും. അതിന് 2 അല്ല 3 ഇഴകളുണ്ട്. മുപ്പിരിച്ചരട് ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ മുപ്പിരിച്ചരട്? ഒന്നാമത്തെ ഭർത്താവ് എന്നത് അതിൻ്റെ ഒരു ഇഴയാണ്, ആ ചരടിൻ്റെ ഒരു ഭാഗമാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഭാര്യ ഇപ്പുറത്തെ ഇഴയാണ്. 3-ാമത്തെ ഇഴ ഏതാണ്? 3-ാമത്തെ ഇഴ ആരാണോ അവരുടെ ജീവിതത്തെ ഒന്നിപ്പിച്ചത്, ചേർത്തത്, അതാണ് 3-ാമത്തെ ഇഴ. അത് 3ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. അത് ഇഴ ചേർത്ത് പിന്നിയെടുക്കണം. അതിനെ 3ഉം ചേർത്ത് പിന്നിയെടുക്കണം, രൂപപ്പെടുത്തിയെടുക്കണം. ഇങ്ങനെയാണ്. അങ്ങനെയുള്ള ജീവിതം പൊട്ടിപ്പോവില്ല. അങ്ങനെയുള്ള കുടുംബം ചെതറിപ്പോകില്ല. ഇഴ ചേർത്ത് പിന്നണ്ട ജീവിതമാണ് നമ്മുടേത്. ഞാൻ നിൽക്കുന്നത് ഒരു ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഇവിടെ വലിയവായി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ശുശ്രൂഷകർ വേണം, പ്രാർത്ഥിക്കുന്നവർ വേണം, ദൈവസാന്നിധ്യം വേണം. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇഴയിട്ട് പിന്നുമ്പോഴാണ് ഇത് അനുഗ്രഹമുള്ള ബലമുള്ള ഒരു ശുശ്രൂഷയായി മാറുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണം? അതിനെ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. ഇഴ ചേർത്ത് ദൈവത്തെ കൂടി ചേർത്ത് പിന്നിയെടുക്കണം ജീവിതത്തെ. ഇച്ചിരി പാടാണ്, ചില ബുദ്ധിമുട്ടുണ്ട്, ചിലതൊന്നും എളുപ്പമല്ല. പക്ഷേ ശ്രമിച്ചാൽ അതിനുള്ള അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്താൻ തുടങ്ങും. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് മനസ്സിൽ കാണണം. ഇന്ന് ഇഴ ചേർത്ത് പിന്നിയെടുത്ത പോലല്ല, എല്ലാം പലതായിട്ടാണ്. വീട് പണിയാൻ ആഗ്രഹമുള്ളവർ ഒരു ലോറിക്ക് കൊണ്ടുപോയി മെറ്റിൽ കൊണ്ടുപോയി ഇടും, മണൽ കൊണ്ടുപോയി ഇടും, സിമെൻറ്റ് കൊണ്ടുപോയി ഇറക്കി വെക്കും. വീടാകില്ല. അതാ മുറ്റത്ത് കൂടി കിടക്കുകയുള്ളൂ. പണി അറിയാവുന്നവൻ എടുത്ത് ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് അത് ചില രൂപമായി വളർന്നു വരുന്നത്, അടിസ്ഥാനമായി പണിയപ്പെടുന്നത്. ഇതുപോലെ നിങ്ങൾ കേൾക്കുന്ന വചനവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ദൈവാശ്രയവും എല്ലാം കൂടി വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഉറപ്പുള്ള ഒന്നായി പണിയപ്പെടാൻ പോകുന്നത്. ഒരു നിമിഷം എന്നെ കേൾക്കുന്ന കുടുംബസ്ഥരായ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കുടുംബത്തെ സ്ഥാപിച്ചത് ദൈവമാണ്. കുടുംബത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. സ്ഥാപകൻ, ഉടമസ്ഥൻ. മുറ്റത്ത് കിടക്കുന്ന കാറ് അതെൻ്റെയാണ്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ എന്ന് നമ്മൾ പറയില്ലേ? ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. ആ കട എൻ്റെയാണ്, എൻ്റെ ഉടമസ്ഥതയിലുള്ള കടയാണ്. ഓരോന്നിനും ഉടമസ്ഥനുണ്ട്. അപ്പൊ എൻ്റെ കുടുംബത്തിന് ഉടമസ്ഥനാരാ? ഈ ശുശ്രൂഷയുടെ ഉടമസ്ഥനാരാ? ഈ ആരാധനാലയത്തിന് ഉടമസ്ഥനാരാ? ഞാനല്ല. ഇതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. ആ ദൈവത്തെ കൂടെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് ഇഴയിട്ട് പിന്നിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ 4 വഴിക്കാ ചിതറിയാ കിടക്കുന്നത്. ഒന്നും പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടുന്നില്ല. മക്കൾ മക്കളുടെ വഴിക്ക്, ഭാര്യ ഭാര്യയുടെ വഴിക്ക്, ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക്. ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്നു, അവിടെ ഇവിടെ ഓരോ മുറികളിൽ കിടന്നുറങ്ങുന്നു. കുറേ പേര് ഫോൺ നോക്കുന്നു, TV കാണുന്നു.
വന്നു കയറി പോകുന്ന ഒരു സ്ഥലം അതുപോരാ. സ്നേഹം നിങ്ങളുടെ കുടുംബത്തിൽ വർദ്ധിക്കണം, ആമേൻ. കൂട്ടായ്മ വർദ്ധിക്കണം, ആമേൻ. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരണം. ആമേൻ. സംഭവിക്കട്ടെ. എന്നാലേ മുപ്പിരി ചരട് പൊട്ടിക്കാൻ പറ്റാത്ത പോലെ കുടുംബത്തിനകത്ത് അനുഗ്രഹത്തിന്റെ ഉറപ്പുണ്ടാകൂ, ആമേൻ. കൃപയുടെ ഉറപ്പുണ്ടാവുകയുള്ളൂ. വിശ്വസിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച്, ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ ജീവിതം, ഭാര്യ എന്ന നിലയിൽ എൻ്റെ ജീവിതം, കർത്താവ് ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൂടെ കൂട്ടിച്ചേർത്ത് മുപ്പിരി ചരട് പോലെ ഒന്ന് പിന്നി എടുത്തോട്ടെ. ഈ സമയത്ത് ഒന്ന് പിന്നി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കളുടെ കുടുംബം, ചിലപ്പോൾ വിവാഹം കഴിച്ച മക്കൾ നിങ്ങൾക്കുണ്ടാകും. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അസ്വസ്ഥതയുണ്ട്. അവർ ഇന്ന രാജ്യത്താണ്, എന്തു ചെയ്യണമെന്ന് അറിയില്ല. ആരെ കൊണ്ടാണ് കൗൺസിലിംഗ് നടത്തേണ്ടത്, ആര് തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവർ വിടുതൽ കിട്ടേണ്ടത്, എല്ലാം ബന്ധനമാണല്ലോ. കർത്താവേ, എൻ്റെ മകൻ്റെ ജീവിതത്തെ, അവൻ്റെ ഭാര്യ, കർത്താവ് അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇഴ ചേർത്ത് പിന്നിയെടുക്കട്ടെ. എൻ്റെ കുടുംബത്തെ കുറച്ചുകൂടെ ഇഴ ചേർത്ത് പിന്നി മാറി മാറി നിൽക്കാതെ ഒന്ന് ഇഴ ചേർത്ത് പിന്നിയെടുക്കണം. എല്ലാ കുടുംബങ്ങൾക്കും ഒരു ദൈവാനുഗ്രഹം വരുന്നുണ്ട്. കുടുംബങ്ങളിൽ ഒരു ദൈവിക ഇടപെടൽ നടക്കും. ഞാനാണോ വലുത്, പുള്ളിയാണോ വലുത്, ആ ചിന്ത മാറണം. ഞാനാ വലുത്, എന്നെ ഈഗോ മാറണം, ആ ഈഗോ മാറണം. ഈഗോ മാറിയില്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല, പ്രതിസന്ധികൾ മാറില്ല, വെല്ലുവിളികൾ മാറില്ല, ആ ദുഃഖമുള്ള അന്തരീക്ഷം മാറത്തില്ല. ഈഗോ മാറണം. ഞാൻ ദൈവത്തിൻ്റെ ഒരു പൈതലാണ്. ദൈവമാണ് എനിക്ക് ഈ കുടുംബജീവിതം തന്നത്. എനിക്ക് ഈ വ്യക്തിയെ തന്നത് ദൈവമാണ്. കുറവുകൾ ഉണ്ടാകാം, പക്ഷെ എനിക്ക് ദൈവമാണ് ഈ വ്യക്തിയെ തന്നത്. അങ്ങനെയാ ദൈവകാര്യങ്ങളിൽ സ്വീകരിച്ചത്. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട്